ആയത്തുള്ള അലി ഖാംനെയുടെ ഖബറടക്ക ചടങ്ങ് നടക്കുകയാണ് ഇറാനിൽ. അതിന്റെ തത്സമയ ദൃശ്യങ്ങളും ഒക്കെ ലോകം മുഴുവൻ കാണുന്നുണ്ട്. വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് അവിടെ നടക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യപ്രതിനിധികൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് സൗദിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഖാംനെയുടെ മയ്യത്ത് കാണാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി അവിടെ എത്തിയത്. അവിടെ എത്തിച്ചേർന്ന് ഈ മയ്യത്ത് കാണുന്ന വേളയിൽ ഖുർആൻ റെസിറ്റേഷൻ അഥവാ ഖുർആൻ പാരായണം അവിടെ നടക്കുന്നുണ്ട്. ആ ഖുർആൻ പാരായണത്തിൽ വളരെ സവിശേഷമായ ഒരു അധ്യായത്തിലെ സവിശേഷമായ ഒരു ചരിത്രം ഈ സൗദി സംഘത്തിന്റെ സാന്നിധ്യത്തിൽ പാരായണം ചെയ്യപ്പെട്ടു. ആ പാരായണം ചെയ്യപ്പെട്ടത് യാദൃച്ഛികമാണോ അല്ലയോ എന്നറിയത്തില്ല. ഖുർആനിലെ ഒട്ടുമിക്ക ചാപ്റ്ററുകൾ ഏത് പാരായണം ചെയ്താലും ഇന്ന് പല അറബി രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ താക്കീതാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും കാണേണ്ട കാര്യമില്ല. ഏത് ആയത്താണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇത് അവിടങ്ങളിൽ ജോലി ചെയ്യുന്ന പണ്ഡിതന്മാരാരും അവിടെ നിന്ന് അവരുടെ ജീവനെ പേടിച്ച് പറയാതിരിക്കുന്നതേ ഉള്ളൂ. നാട്ടിലൊരു പ്രസക്തിയില്ലാത്ത കാര്യത്തിന് അവർ അടിയുണ്ടാക്കുന്നെങ്കിലും അവിടെ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. അതാണ് അവിടുത്തെ സ്ഥിതി. എന്തോ ആവട്ടെ, ഏതായാലും അവിടെ ഈ സൗദി സംഘം എത്തിയപ്പോൾ ഖുർആൻ പാരായണം നടത്തി. സൂറത്ത് ആലി ഇമ്രാനിലെ ഭാഗമാണ് ഓതിയത്. ആ ഓതിയ ഭാഗം ഒരു ധാർമ്മിക യുദ്ധവിജയത്തിന്റെ ചരിത്രം പറയുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണല്ലോ ബദർ യുദ്ധം. അതായത് വിശ്വാസി സമൂഹത്തെ ഒരു പ്രദേശത്തു നിന്ന് മാറി മറ്റൊരു പ്രദേശത്തേക്ക് താമസിക്കാൻ പ്രവാചകനടക്കം പലായനം ചെയ്തിട്ടും പിന്നെയും വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പോവുകയും ചെയ്തപ്പോൾ പ്രവാചകൻ ഒടുവിൽ യുദ്ധത്തിന് ഉടയതമ്പുരാന്റെ പ്രാർത്ഥനയുടെ മാത്രം പിൻബലത്തിൽ ഇറങ്ങിയ ബദർ യുദ്ധം. അത് ഇസ്ലാമിക ചരിത്രത്തിലെ അതിന്റെ സ്വത്വത്തിന്റെ അതിന്റെ അസ്തിത്വത്തിന്റെ അടയാളപ്പെടുത്തലായി മാറിയ നിർണായകമായ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഈ ഖുർആൻ സൂക്തം പറയുന്നു, രണ്ട് ചേരികൾ ഉണ്ടായിരുന്നു. ഒന്ന് ധർമ്മത്തിന്റെ ശക്തികൾ. അവരെണ്ണത്തിൽ കുറവായിരുന്നു, അവർക്ക് ആയുധങ്ങൾ ദുർബലമായിരുന്നു, അവരുടെ ശരീരം മെലിഞ്ഞതായിരുന്നു, ആരോഗ്യവാന്മാരായിരുന്നില്ല. പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ആകെയുള്ളത് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ആയുധം മാത്രമായിരുന്നു. എന്നാൽ മറുവശത്ത് ആൾബലം, തന്ത്രം, ആയുധങ്ങൾ, സംവിധാനങ്ങൾ, കരുത്തർ എല്ലാം നിരന്ന, എണ്ണത്തിലും വണ്ണത്തിലും എല്ലാം ഭൗതികമായ ഘടകങ്ങൾ വെച്ചെണ്ണുമ്പോൾ കരുത്തുറ്റ സംഘമാണ്. പക്ഷെ അവിടെ വിജയം നൽകിയത് നമ്മുടെ കണ്ണുകളിൽ പരാജിതരായി പോകുമെന്ന് വിചാരിച്ച ഒരു സംഘത്തിനാണ്. അവരെ വിജയിപ്പിച്ചത് ധർമ്മത്തിന്റെയും നീതിയുടെയും പേരിൽ മാത്രമാണ്. ആ ചരിത്രം ഖുർആനിൽ പറയുന്ന ഭാഗമാണ് അവിടെ ഓതിയത്. ആ ഓതപ്പെട്ട ഭാഗത്തിന്റെ അർത്ഥം അത് സൗദി അറേബ്യയ്ക്കുള്ള താക്കീതാണ്, അല്ലെങ്കിൽ സൂചനയാണ്, ഓർമ്മപ്പെടുത്തലാണ്. വിശ്വാസം കൊണ്ട് തന്നെ അതിന് മറുപടി പറയലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എണ്ണം കണ്ടും വലിപ്പം കണ്ടും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെ കൂടെയോ നിൽക്കുന്നത് കൊണ്ട് വിജയിക്കാനാവില്ലെന്നും ധർമ്മവും സത്യവും നീതിയുമാണ് ജയിക്കുന്നതെന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും ആ സാക്ഷ്യപ്പെടുത്തലിന്റെ ബാക്കി പത്രമാണ് ചില രക്തസാക്ഷിത്വമെന്നും ആ രക്തസാക്ഷിത്വത്തിൽ ഒന്നാണ് ഈ പേടകത്തിലുള്ളതെന്നും ഓർമ്മപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ബദറിലും ഒരുപാട് പേർ മരിച്ചു, ഷഹീദായി. അവരെയാണ് ശുഹദാക്കൾ എന്ന് വിളിക്കുന്നത്, പോരാടി മരിച്ചവർ എന്ന് പറയുന്നവർ. അപ്പൊ അതേ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതിന്റെ സാങ്കത്യം അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഏത് ഭാഗം ഊതിയാലും എല്ലാ ഭാഗവും മനുഷ്യർക്കുള്ള താക്കീതാണല്ലോ. ആ ഭാഗത്തിൽ ഏത് ഭാഗത്തു നിന്നാണ് മനുഷ്യനും ഇന്നത്തെ ഭരണകൂടങ്ങൾക്കും മാറി നിൽക്കാൻ കഴിയുക? അങ്ങനെയും ആവാം.